2012 സ്വിഫ്റ്റ് പെട്രോൾ LXI ആണ്. 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 2010 മോഡൽ സൈലോ E4 ആണ്. 2030 വരെ പേപ്പറുണ്ട്. 2010 A-Star LXI ആണ്. 2031 വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് പെൻഡിങ് ആയിട്ട് ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2010 ഇൻഡിക വിസ്ത കോട്ര ജെറ്റ് 2031 വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പുതിയൊരു കട വീണ്ടും വിളിച്ചിട്ടുണ്ട്. പുതിയ കടയല്ല, നമ്മൾ സ്ഥിരം വരുന്ന കടയാണ്. എന്നാൽ ഈ മാസത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടുണ്ട്. കല്ലമ്പലം യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ആറ്റിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. LMS ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചെറുതും വലുതുമായ എല്ലാത്തരം വണ്ടികളും എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ ഉപകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അത്തരത്തിലുള്ള ഒരു 40, 50, 60 തൊട്ടൊക്കെ മേളിലോട്ട് കിടക്കുന്ന എല്ലാത്തരം വണ്ടികളും കിടക്കുന്ന, പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടികളും കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമുക്ക് വീഡിയോകൾ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇക്കാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. കഴിഞ്ഞ മാസത്തെ സെയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒന്നും വണ്ടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പലയിടത്തും പറയുന്നത് പറഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഇതിൽ തന്നെ എല്ലാവരും പൈസ ഒന്നുമില്ല, ഗ്യാസ് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഗൾഫ് യാത്രക്കാരൊക്കെ വരുന്നില്ല, അതുകൊണ്ട് പൊതുവെ മാർക്കറ്റ് ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തവണത്തെ വീഡിയോയിൽ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് വെക്കുന്നത്? ഇത്തവണത്തെ വീഡിയോയിൽ നമുക്ക് ലോ ബഡ്ജറ്റ് മാരുതി 800 കിടപ്പുണ്ട്. പിന്നെ കുറഞ്ഞൊരു വാഗണർ കിടപ്പുണ്ട്. ആൾട്ടോ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്ന് വ്യക്തമാക്കും. ആറ്റിങ്ങൽ LMS ജംഗ്ഷനിലാണ് നമ്മുടെ ഷോറൂം. ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് കല്ലമ്പലം കൊടുക്കുക. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആലങ്കോട് കഴിഞ്ഞ് ആറ്റിങ്ങൽ ടൗണിൻ്റെ ഇടയ്ക്ക് LMS ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ വണ്ടികൾ നോക്കാം. ഓക്കെ, 2010 മോഡൽ സൈലോ E4 ആണ്. 2030 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? നാലാമത്തെ ഓണർ. ആംബിയൻസ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനെല്ലാം പക്ക, മെക്കാനിക്കലി വേറെ പണിയൊന്നുമില്ല. ഓടിക്കാൻ നല്ല വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബോണറ്റ്, ബമ്പർ വേറെ ഒന്നുമില്ല. അതർ സ്റ്റേറ്റ് വണ്ടിയാണത്? അല്ലല്ല, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. എത്ര ചോദ്യം? 190 കൊടുക്കാം. 190. ആ, ലാസ്റ്റ് പ്രൈസ് ആണോ? പുതിയ ഇൻഷുർ എടുത്ത് പേര് മാറി കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് പ്രൈസ് ആണോ? ആ, ലാസ്റ്റ് പ്രൈസ്. ടയറൊക്കെ ഈ കിടക്കുന്ന കണ്ടീഷൻ? ടയറെല്ലാം നല്ല ടയർ തന്നെ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നല്ല വണ്ടി. ഈ വണ്ടിയുടെ ബോഡി കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. 2019 എർട്ടിക ZXi പ്ലസ് ആണ്. 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. പെട്രോളോ ഡീസൽ? പെട്രോൾ. ZXi പ്ലസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, ABS, എയർ ബാഗ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ്. ഓക്കെ, എത്ര ചോദ്യം? നമുക്ക് 8,10,000 രൂപയ്ക്ക് കൊടുക്കാം. 8,10,000. വണ്ടിക്കകം കൊള്ളാം, നല്ല നീറ്റായിട്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി കണ്ടിട്ട് വേറെ അപകടങ്ങളൊന്നും സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ എല്ലാം ഏറ്റവും ടോപ്പ് വണ്ടി. ഓക്കെ, എത്ര ചോദിച്ചേ? 8,10,000 കൊടുക്കാം. 8,10,000. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? 50 രൂപ മതി. 50,000 രൂപ. 5 വർഷമാണോ 7 വർഷമാണോ? 5 കൊല്ലം. 5 കൊല്ലം. ഓക്കെ, വേറെ അപകടങ്ങളൊന്നുമില്ല. ബോഡിയൊക്കെ നല്ല വൃത്തിയായിട്ട്. ടയറെല്ലാം പുതിയത്. 2008 ഇന്നോവ G4 2028 വരെ പേപ്പറുണ്ട്. ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള ആണെന്ന് അറിഞ്ഞൂടാ, ഇത്ര പഴയ വണ്ടിയാണ്ട് അറിയാൻ വയ്യ. ബുക്ക് എടുത്ത് നോക്കണം. എഞ്ചിനെല്ലാം പക്കയാണ്. എത്ര ഓണർഷിപ്പ് എത്രയാ? 5ാമത്തെ ഓണർ. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഗ്ലാസ് അങ്ങനത്തെ മാറിയിട്ടുണ്ട്. ഫ്രണ്ടാ ബാക്കാ? ഫ്രണ്ട്. ടയറൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. എത്ര ചോദ്യം? ഇത് 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. 3,60,000. ഇത് ലോൺ കിട്ടുമോ? ഇത് ലോൺ കിട്ടണ ഒരു പാടാണ്. ഏത് വർഷമായിരുന്നു? 2008. ഓക്കെ. അടുത്ത 2010 ഇന്നോവ G4 പുതിയ പേപ്പർ. 2030 വരെ പേപ്പറുണ്ട്. ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? 4ാമത്തെ ഓണർ. ടയേഴ്സൊക്കെ കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? പ്ലേസ് ഒന്നും മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ഇതൊക്കെ ഒരു 1-2 ഗ്ലാസ് ഒക്കെ മാറും ഇത്രയും പഴയ വണ്ടിയിൽ. വണ്ടിക്ക് അകമൊക്കെ വൃത്തിയാക്കി സർവീസൊക്കെ ചെയ്ത് നീറ്റ്, പിന്നെ നല്ല സീറ്റ് കവേഴ്സൊക്കെ ഇട്ടേക്കുന്നതിൻ്റെതായ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി കാണുന്നുണ്ട്.
വണ്ടിക്കകമൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് ഉള്ളത് നമുക്ക് 3 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. 3 ലക്ഷം. ആ, വണ്ടി 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.5. ആ, 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. വേറെ പറയത്തക്ക എന്തെങ്കിലും ഈ സീരിയസ് ആയ വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാറില്ല. 2014 ഇന്നോവ വി, 2,60,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഒറിജിനൽ കേരള? കേരള. റീന്ന് പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. വണ്ടിക്കകം ഓക്കെയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണോ? ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇതൊക്കെ. ഓക്കെ. ടയേഴ്സ് ആവറേജ്. എത്ര ചോദ്യം? ഇത് 8.25 ലക്ഷം രൂപ. 8.25. ഒരു 7.5 രൂപ ലോൺ ചെയ്യാം. ലാസ്റ്റ് പ്രൈസ് ആണ് ഈ പറയണേ? വന്ന് കസ്റ്റമർ നോക്കട്ടെ, എന്തെങ്കിലും കൂടെ ചെറിയ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. ചെറിയ തോതിൽ. ഇവന് ബോഡി ബേസ് വലിയ ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. 2014 ഡിസംബർ ഇന്നോവ G4, 2.5 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്. ടയർ 4 പുതിയതാണ്. ഓണർഷിപ്പ് എത്രയാ? 4ാമത്തെ ഓണർ. 4. ഓണർഷിപ്പ് 5ഉം 4ഉം ഒക്കെ വെച്ചായിട്ടുണ്ടല്ലേ? ഇപ്പം ആരും പേര് മാറാതെ കൊടുക്കുന്നില്ല. ഇത് വണ്ടിക്കകം കൊള്ളാം, നീറ്റാണ്. ഈ 4 ഓണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്നോവ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നതാണോ? ഇന്നോവ ആയതുകൊണ്ടാണോ ഈ വൃത്തി ഇരിക്കുന്നത്? ഇന്നോവ നല്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8 ലക്ഷം. ഇത് 6.75-7 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. പറയത്തൊക്കെ വേറെ എന്തെങ്കിലും അപാകതകൾ? ഇല്ല, ഈ LED ലൈറ്റ് ഓരോ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഈ വണ്ടികൾ. 2003 വാഗണർ VXI ആണ്. 2028 വരെ പേപ്പറുണ്ട്. 28 വരെ. ഓണർഷിപ്പ് എത്രയാണ്? 4-5 ആയിട്ടുണ്ട്. ഫ്രണ്ട് 2 ടയർ പുതിയ ടയറാണ്. 2003 പറഞ്ഞു. 2003 VXI ആണ്. പവർ വിൻഡോ ഒക്കെ അന്ന് വരുന്ന വണ്ടിയാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, ബാക്ക് വൈപ്പർ. പഴമയുടേതായ ഉപയോഗിച്ചതിൻ്റെതായ പാടുകളുണ്ട്. ഇതിപ്പോൾ ഇന്ന് വന്നതേ ഉള്ളൂ. വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ വന്നതേ ഉള്ളൂ. ഓക്കെ. റീപ്ലേസ് ഇത്തിരി പണിയെടുക്കാനുണ്ടല്ലേ? ഉണ്ട്, ചെറിയ ചെറിയ വർക്കുകളുണ്ട്. ഇന്നിപ്പോൾ വന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിടും. ഈ കണ്ടീഷനിലാണെങ്കിൽ ഒരു 68 രൂപയ്ക്ക് കൊടുക്കാം. 68? ആ. വൃത്തിയാക്കി കഴിയുമ്പോഴോ? വൃത്തിയാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ചാർജ് കൂടി വരും. ആ, ഓക്കെ. ഒന്നുമില്ല, ഒരു 10,000-4,500 രൂപയ്ക്കകത്ത് ഉള്ള വർക്കേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൃത്തിയാക്കിയിട്ട് എടുക്കുന്നില്ല. ഈ കണ്ടീഷനിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. വേറെ ഓട്ടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി. എത്ര ആളുണ്ട്? 2028 വരെ പേപ്പർ. 28. 2010 A-Star LXI ആണ്. 2031 വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് പെൻഡിങ് ആയിട്ട് ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ഉറപ്പ് പറയാൻ പറ്റുമോ? ഉറപ്പ്. ഓക്കെ. കംപ്ലീറ്റ് ടൈപ്പ് സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഫ്ലോറൊക്കെ കണ്ടാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടിക്ക് കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1.25 കൊടുക്കാം. ഫ്രണ്ടിൽ മാത്രമേ സീറ്റ് കവർ ഉള്ളൂ, ബാക്കിലോട്ടില്ല. 1.25. 1.25. ഏത് ടയറെല്ലാം പുതിയതാണ്. 2009 ലാസ്റ്റ്, 2031 വരെ പേപ്പറുണ്ട്. 2011 ഇൻഡിഗോ CS, പെട്രോൾ വിത്ത് CNG ആണ്. ഓക്കെ. കമ്പനിയിൽ നിന്ന് വന്നപ്പോഴേ അങ്ങനെ? അല്ലല്ല, CNG ഇപ്പോൾ 2 ചെയ്തതാണ്. 55,000 രൂപ കണ്ടായി CNG ചെയ്തത്. 55? ആ. എത്ര ചോദ്യം? ഇത് നമുക്കിപ്പോൾ പുതിയ പേപ്പറും എടുത്ത് 95,000 രൂപയ്ക്ക് കൊടുക്കാം. അലോയ് വീല്, CNG, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 10-28-30 മൈലേജും കിട്ടും. 95,000 രൂപ. ആ. വണ്ടി ബോഡി വേസിൽ വേറെ പരിപാടികളൊന്നും കാണുന്നില്ല, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. 2006 സ്വിഫ്റ്റ് VXI, 2031 വരെ പേപ്പർ എടുത്ത് കൊടുക്കാം. 31 വരെ എടുത്ത് കൊടുക്കാം പുതിയതായിട്ട്? പുതിയ പേപ്പർ എടുത്ത് പേര് മാറി കൊടുക്കാം. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? 4-5 ആയിട്ടുണ്ട്. ഓക്കെ. ഇതും അത്രയും പോയിട്ടുണ്ട്. ഇതും ഓണർഷിപ്പ് കയറി പോയിട്ടുണ്ടെന്നേ. ഓ, ഇത്രയും പഴക്കമുള്ള വണ്ടിക്കൊക്കെ ഇനി അത് വരും അല്ല ഞാൻ പറഞ്ഞേ. ഓക്കെ. എത്ര ചോദ്യം? എത്രയാ? നമുക്ക് 1.5 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാം.
1.5. ആ, വണ്ടി ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി ഫുൾ വർക്ക് കഴിഞ്ഞ ഇടയ്ക്കാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. ടെസ്റ്റിന് വേണ്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി നല്ല നീറ്റ് ആക്കി ഇടുകയും ചെയ്തില്ലേ? ആ, 2017 സിയാസ് VDI പ്ലസ് ഹൈബ്രിഡ്, 65,000 കിലോമീറ്റർ, തേർഡ് ഓണർ. 65 ഓടിയിട്ട് 65 ജെന്യൂൻ കിലോമീറ്റർ വണ്ടിയാണ്. ആണോ? ആ, 3 ഓണറൊക്കെ ആയില്ലേ? അതാണ് ചോദിച്ചത്. ഇതിന്റെ സെക്കൻഡ് ഓണർ ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്. ജെന്യൂൻ വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ടയർ 4 പുതിയ ടയറാണ്. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. ഇൻഷുറൻസും പുതിയത്. എത്ര ചോദ്യം? ഇത് നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം. ആ, എന്തെങ്കിലും കുറയും? ഒരു 4.25 ഒക്കെ ലോണും ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 1.5 ലക്ഷം രൂപ വേണം. ആ, പിന്നെ പ്രൊഫൈൽ നോക്കിയിട്ട് ബാക്കി ചെയ്യാം. 2011 കേട്ടൺ VXI ആണ്. സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ആ, ജെന്യൂൻ. വണ്ടി 80 ഒക്കെ ഓടിയിട്ടുണ്ടെങ്കിലും അകം വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് പേര് മാറി 1.40 കൊടുക്കാം ലാസ്റ്റ്. ടെസ്റ്റ് ചെയ്തിട്ട്? ആ, അടുത്ത മാസം വരെ പേപ്പറുണ്ട്. ഇപ്പം പേര് മാറി ടെസ്റ്റും ചെയ്ത് കൊടുക്കാം. പെയിന്റ് ഒക്കെ ചെയ്തിട്ടേക്കാണോ? പോളിഷ് ചെയ്തിട്ടുള്ളൂ. പറയത്തൊക്കെ എന്തെങ്കിലും അപാകതകൾ? ഒന്നുമില്ല, നല്ല വണ്ടി. 2017 കിഡ്. ഒന്നുകൂടെ എടുക്കണോ? ഒന്നുകൂടെ എടുത്തോ. 2017 കിഡ് RXT ക്ലൈംബർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ, 60,000 കിലോമീറ്റർ. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ആൻഡ്രോയിഡ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ക്ലൈംബർ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. 1000 cc. ആ, ബാക്ക് 2 ഡോർ പവർ വിൻഡോയും ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 2.90 കൊടുക്കാം. 2.5 ലോൺ ചെയ്ത് കൊടുക്കാം. ടയർ പുതിയതാണോ? ആ, 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. ഇത് മൈലേജ് എന്താണ് ഈ വണ്ടി? ഇതൊരു 16-17 കൂട്ടിയാൽ മതി. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്. 2016 ആൾട്ടോ 800 LXI. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70,000. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. 2 ഡോർ പവർ വിൻഡോസ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്, ബോണ്ട് ബമ്പർ അങ്ങനെ എന്തെങ്കിലും? വേറെ കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 2,25,000 രൂപ. ടയർ ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ്. 2,25,000. ആ, 2012 ആൾട്ടോ LXI AC പവർ സ്റ്റിയറിംഗ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, വേറെ മേജർ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിക്ക് ആ സീറ്റ് കവർ ഇല്ല എന്നുള്ളതാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേപ്പറൊക്കെ ഇനി എത്ര ആള്? ഇനി 1.5 കൊല്ലം ഉണ്ട്. 1.5 കൊല്ലം കൂടെ ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? എത്ര? 1.40 കൊടുക്കാം. 1.40 ലാസ്റ്റ് പ്രൈസ് ആണോ? ഓ, ഈ 1.10 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ മിററിൻ്റെ ഇത് പൊട്ടിയിരിപ്പുണ്ട്, മാറി കൊടുക്കുമോ? ചെറിയ കേസല്ലേ? 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ വരുന്നവർക്ക് എടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് ചെയ്യണ്ടേ ഒരു വണ്ടി എടുത്താൽ. 2013 i20 ഡീസൽ സ്പോർട്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന വണ്ടിയാണ്. അലായ് വീല്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നേ അല്ലേ? ഒരു 10-40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടയർ ആവറേജ് താഴെ എന്നുള്ള രീതിയാണല്ലോ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 2.25 കൊടുക്കാം. 2.25. ആ, ഇവിടുത്തെ ബമ്പറിന്റെ ക്ലിപ്പ് ചാടി പോയി. അത് സെറ്റ് കൊടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. 2010 ഇൻഡിക്ക വിസ്റ്റ കോട്ര ജെറ്റ്. 2031 വരെ പേപ്പറുണ്ട്. 31 വരെ പേപ്പറുണ്ട്. പുത്തൻ ടയർ പോലത്തെ ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓഡിയൻസ് കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1.10 ഓക്കെ. ഡീസൽ. ടൈമിംഗ് ചെയ്യാനൊക്കെയോ? നല്ല മാറിയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? 1.25 കൊടുക്കാം. 1.25.
2005. ഇത് ഡീസലിനും കൂടി ആകുമ്പോൾ മൈലേജ് എന്തായാലും നല്ലപോലെ കാണുമല്ലോ. നല്ല മൈലേജ് ഉള്ള വണ്ടി, ക്വാഡ്രാജറ്റ് എഞ്ചിനാണ്. കൊള്ളാം. ഈ വീഡിയോ കാണുന്ന അതേ പളവളപ്പോടുകൂടി തന്നെയാണ് ഈ വണ്ടി കിടക്കുന്നത് കേട്ടോ. ചിലവർ പറയും വീഡിയോ കാണുമ്പോൾ നല്ല വളവളപ്പാണ്, നേരിട്ട് വരുമ്പം കളർ ഫെയ്ഡാണ്. ബട്ട് ഇത് കൊള്ളാം, നല്ല ലൈറ്റ്, നല്ല കളറായിട്ട് കിടക്കും. 2011 സെൻ എസ്റ്റിലോ LXi, 2031 വരെ പേപ്പറുണ്ട്. 31 വരെ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. കിലോമീറ്റർ ജെന്യുവിൻ ആണോ? ജെന്യുവിൻ. എത്ര ചോദ്യം? ഇത് 140 കൊടുക്കാം. ഈ ഇപ്പോഴത്തെ ഒരു കൂളിംഗ് ഇതിൻ്റെ പരിപാടി ഇത്രയും കട്ടിക്കുള്ളത് വെക്കാവോ? കട്ടിയില്ല ഇത്. ഈ വൈകുന്നേരം അകം കാണാൻ പറ്റുന്ന കൂളിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. എത്ര ചോദ്യം? എത്ര? 140 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? ഓ, പുതിയ പേപ്പർ 2031 വരെ പേപ്പറുണ്ട്. 2012 ഫോർഡ് ഫിഗോ ഡീസൽ. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. ടയറെല്ലാം ടയർ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് മാത്രം. അത് ബോണറ്റ് ബമ്പർ അങ്ങനെയുള്ളതൊന്നുമില്ല? ഇല്ല. ഫ്രണ്ട് സൈഡൊന്നും കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ബോണറ്റ് തുറന്ന് കാണിക്കണോ? ഇല്ല, അത് ഫ്രണ്ടിൽ അങ്ങനെ എന്തെങ്കിലും ഈ ബമ്പർ ബോണറ്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. എത്ര ചോദ്യം? എത്ര? ഇത് 125 കൊടുക്കാം. 125. ഡീസലല്ലേ ഇത്? ഡീസൽ 1 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. 2012 സ്വിഫ്റ്റ് പെട്രോൾ LXi ആണ്. 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. ടയർ ആവറേജ് ടയേഴ്സ്. വണ്ടിക്കകത്തൊരു പ്ലെയർ പോലും ഇല്ലല്ലോ. കമ്പനിന്ന് വന്നണക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്ലെയർ വെച്ച് കൊടുക്കൂ? പ്ലെയർ ഈ കണ്ടീഷനിൽ അങ്ങനെ സംബന്ധിച്ചൊരു പ്ലെയറൊക്കെ ഒരു സംഭവമാണ്. സീറ്റ് കവർ ഇല്ല. അപ്പോൾ നമ്മൾ പ്ലെയറെങ്കിലും വെച്ച് കൊടുക്കണ്ടേ? എത്ര ചോദ്യം? 225 കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം. 2,25,000 രൂപയുടെ വണ്ടി എടുക്കുന്ന ഒരു മനുഷ്യന് 450-600 രൂപയുടെ എങ്കിലും ഒരു പ്ലെയർ വെച്ച് കൊടുത്തൂടെ? കൊടുക്കാം. കസ്റ്റമർ വരട്ടെ, വന്ന് വണ്ടി കണ്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓ, 2013 സ്വിഫ്റ്റ് ഡിസയർ VDI സിംഗിൾ ഓണർ. 1,30,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ നോക്കി അതൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫോട്ടോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയെല്ലാം വരുന്ന വണ്ടിയാണ്. കേസ് വേണ്ടി വരുന്നില്ല. എത്ര ചോദ്യം? 3,35,000 രൂപ. 3,30,000. ഏകദേശം ഒരു 3 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റാണ്. ഇവിടെ മാത്രം ചെറിയൊരു സ്ക്രാച്ച് പറയാൻ, അല്ലാതെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. 2017 എക്സെന്റ് ഡീസൽ. ഓണർഷിപ്പ്? തേർഡ് ഓണർ. 70,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഡീസലാണ്. 20 മേലിൽ മൈലേജ് കിട്ടും. ഈ മിററിൻ്റെ ഇത് പ്രത്യേകം വെച്ചാണോ? മിറർ സ്വിച്ചുകൾ? ഏത് മിറർ സ്വിച്ച്? പവർ വിൻഡോയാ? അതിൽ ഫ്രണ്ട് 2 ഡോർ ചെയ്തിട്ടുണ്ട്. ചില സമയം പെട്ടെന്ന് ചോദിക്കുമ്പോഴേ വായില പദം എന്തോന്നുള്ള വരത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ. സീറ്റ് കവറൊക്കെ ഉണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദ്യം? ഇത് 3,10,000 കൊടുക്കാം. ഒരു 2.25 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 2.25? ഒരു 10-30 രൂപ 35 രൂപ കൊണ്ടേ ഇറക്കാം. 2009 A-Star LXi. 2029 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 29? ടയേഴ്സ് കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഇതിൽ സ്റ്റീരിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യും? 2009 AC പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് 120 കൊടുക്കാം. പുതിയ ഇൻഷുർ എടുത്ത് പേര് മാറി കൊടുക്കാം. പുതിയതായിട്ട് എടുത്ത്? ഓക്കെ. ടയർ പുതിയതല്ലേ? 4 ടയർ പുതിയത്. ഓക്കെ. വേറെ അപാകതകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. വണ്ടി കാണാൻ ഒരു കുഴപ്പങ്ങളുമില്ല. 2008 ആൾട്ടോ LXi. 2028 ഡിസംബർ വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ഓണർഷിപ്പ്? ഫ്രണ്ട് 2 ടയർ പുതിയത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ഉറപ്പാ? ഉറപ്പ്. ഇത്രയും വർഷത്തെ വണ്ടിയല്ലേ, അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. എത്ര ചോദ്യം? ഇത് 88 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് 88 രൂപ. ഓക്കെ. ബാക്ക് ടയർ ആവറേജ് അല്ലേ? ആവറേജ് അതിൽ കൂടുതൽ വേണമെങ്കിൽ പറയാനുണ്ട്. 88 രൂപയ്ക്ക് ഓൾട്ടോ വൈറ്റ്. ഇത് 2010 ആൾട്ടോ LXi. 2030 വരെ പേപ്പറുണ്ട്.
ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ. ഇത് കട്ട ടയറാണോ? കട്ട ടയറൊന്നുമില്ല. അല്ല ഇല്ല. ആ ടൈപ്പ് ടയർ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് ജപ്പാൻ ടയർ. ജപ്പാൻ ടയർ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ. തേർഡ് ഓണർ. കിലോമീറ്റർ ജെന്യൂൻ ആണ്? 85. എത്ര ചോദ്യം? ഇത് 1.15 കൊടുക്കാം. 1.15. ലാസ്റ്റ് ആണ് ഇതൊക്കെ ലാസ്റ്റ് ഉള്ളതല്ലേ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വാഗണർ 2007 LXI 2027 സെപ്റ്റംബർ വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. മറന്നുപോയി. ഇത്രയും വണ്ടി കിടക്കുന്നതല്ലേ. ഓക്കെ. കിലോമീറ്റർ 1.10 കമ്പനി സർവീസ് ഉണ്ട്. 1.10 കമ്പനി സർവീസ് ഉണ്ട്. ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 1.11 1.12 അങ്ങനെയായി. അപ്പൊ ഇപ്പൊ റീസെന്റ് വരെ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ. ഇതൊക്കെ ലാസ്റ്റ് ഉള്ള വിലയാണ്. പിന്നെ ഒന്നുമില്ല ഇതിനകത്തൊക്കെ. അതിൽ ഓണർഷിപ്പും കൂടെ ചേഞ്ച് ചെയ്തും കൊടുക്കാം. അതാ പിന്നെ ബാർഗൈൻ ചെയ്തിരുന്നു. അതുകൊണ്ടാ ഇതൊക്കെ ലാസ്റ്റ് ഉള്ള ചെറിയ കൊച്ചു വണ്ടികളാണ്. ഇത് 2011 ആൾട്ടോ കേട്ടൺ VXI സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ടയർ കൊള്ളാം, നല്ല ടയറുണ്ട്. വണ്ടിയുടെ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ. ഇവിടെ പവർ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ ഉണ്ട്, ആ വക കാര്യങ്ങളെല്ലാം ഉണ്ട്. കൊള്ളാം, വണ്ടിക്ക് ആകെ ഒരു വൃത്തിയുണ്ട്. എത്ര ചോദ്യം? ഇത് 1.45 ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാം. പുതുതായിട്ട് നമ്മൾ ടെസ്റ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാം. ഇത് 2007 മാരുതി 800 AC MBFI ആണ്. AC വർക്ക് ചെയ്യൂ? AC വർക്കിംഗ് ആണ്. വർക്കിംഗ് കണ്ടീഷനാണ്. ടയർ കുഴപ്പമില്ല. ഇതിൻ്റെ പേപ്പറൊക്കെ 27 ഇൻഷുറൻസ് പുതിയത്. ഓക്കെ. എത്ര ചോദ്യം? 52 രൂപയ്ക്ക് കൊടുക്കാം. പിന്നും താക്കാൻ പറഞ്ഞാൽ താക്കൂ? ഇനി അതിനകത്ത് താക്കാമൊന്നുമില്ല. അതിൽ 52 പുതിയ ഇൻഷുർ എടുത്ത് പേര് മാറി കൊടുക്കാം. 52 രൂപ. ഇത് 2007 MBFI നോൺ AC ആണ്. നോൺ AC. ഇത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. രണ്ട് ടയർ പുതിയ ടയർ. പുത്തൻ ടയർ. സീറ്റ് കവർ പോയി. അത് ഇട്ട് കൊടുക്കൂ? അതൊന്നുമില്ല. ഇതൊക്കെ ചെറിയ ഇത് 55 രൂപയ്ക്ക് കൊടുക്കാം. ഈ കണ്ടീഷനിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറിയും കൊടുക്കാം. സ്റ്റീരിയോ ഇല്ല അങ്ങനെയുള്ള. ഇതൊക്കെ ഓട്ടിച്ച് കൈതെളിയാനൊക്കെ പറ്റിയ വണ്ടികൾ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. 55 ലാസ്റ്റ്. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര ആള് ഉണ്ട്? 2027 സെപ്റ്റംബർ വരെ ആറ്റം ഉണ്ട്. 2014 ആൾട്ടോ 800 LXI സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ. ടയർ കൊള്ളാം, കുഴപ്പമില്ല. റീപ്ലേസ് 4 പുതിയ ടയർ. വണ്ടിക്കകം കുഴപ്പമില്ല. അതുപോലെ തന്നെ സീറ്റ് കവർ വന്നിട്ടില്ല അല്ലേ? സീറ്റ് കവർ ഇല്ല, കമ്പനി സീറ്റ്. എത്ര ചോദ്യം? ഇത് 2.10 കൊടുക്കാം. 2.10. ഒരു 1.80 ലോൺ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു 25-30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാം, അത്യാവശ്യം. ചില വണ്ടികൾക്ക് ഓണർഷിപ്പ് ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ വണ്ടി മൊത്തത്തിൽ കണ്ടിട്ട് എനിക്കങ്ങനെ അലമ്പ് വണ്ടിയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബോഡി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അതായത് ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല വണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നല്ല വണ്ടി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് വണ്ടി കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കിയെടുക്കുക. പഴയ വണ്ടികളാണ്, അതർ സ്റ്റേറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ഉള്ളതുകൊണ്ട് നല്ലപോലെ. പിന്നെ എവിടെയാണെങ്കിലും യൂസ്ഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മെക്കാനിക്കിനെ കൊണ്ടുപോകണം. അതിപ്പോൾ ഇവിടെ നിന്നല്ല, എവിടെ പോയാലും കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ വീഡിയോ കാണുന്നവരെ തീർച്ചയായിട്ടും ലൈക്ക്, കമൻറ്റ്, അതിൻ്റെ കൂടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനത് ഇത്രയും കാലം പറഞ്ഞിട്ടില്ല. അതുകൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇപ്പോഴാണ് ഈ വീഡിയോസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നല്ലപോലെ ഫോളോ ഇതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.